നമസ്കാരം. അങ്ങനെ റാങ്കിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം സ്ഥാനം അഭിഷേകിന്. വെൽ ഡൺ. ഒന്നാം സ്ഥാനം അഭിഷേകിനും അതിന്റെ കൂടെ ഒരു സർപ്രൈസ് ആയിട്ട് അഭിഷേകിന് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് കൂടി തിരഞ്ഞെടുത്തു. അതൊരു സർപ്രൈസിംഗ് ആയിരുന്നു, ഒരു ട്വിസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് 4 പേരാണ് മത്സരിച്ചത്. ഒന്ന് സിജോ, അഭിഷേക്, നന്ദന, അപ്സര. ഈ 4 പേരാണ് അവസാനം വരെ ഒന്നാം സ്ഥാനത്തിലേക്ക് പിന്നീട് മത്സരിച്ചത്. അതിൽ അവസാനം വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് വരികയായിരുന്നു. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഈ 4 പേരും വിന്നേഴ്സ് ആണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഈ 4 പേരും തനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്തവരാണ്. അത് അഭിഷേക് ആയിക്കോട്ടെ, സിജു ആയിക്കോട്ടെ, അപ്സര ആയിക്കോട്ടെ, നന്ദന ആയിക്കോട്ടെ, ഈ 4 പേർക്കും ഒന്നാം സ്ഥാനം തന്നെ വേണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തു. അതിനുശേഷം അവര് 10, 12, 13 ഈ ഒന്നാം സ്ഥാനത്തിലേക്ക് മത്സരിച്ച നന്ദന അവസാനം 13ാം സ്ഥാനത്തിലേക്കാണ് പോയി നിന്നത്. പിന്നെ വേറെ ആരുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തന്നെ മത്സരിക്കണം. അത് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കേസ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനം ആയിരിക്കണം എന്നുള്ളതായിരിക്കണം അവരുടെ ആ ഒരു കോൺഫിഡൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഈ 4 പേരും ഒന്നാം സ്ഥാനത്തിൽ അർഹതപ്പെട്ടവരാണ് ഈ ടാസ്ക് ബേസിൽ. ഇപ്പൊ ഇവിടെ നമ്മളെ ഈ പറഞ്ഞ ആരൊക്കെയാണ് പിന്നെ സ്ഥാനം കിട്ടി, എങ്ങനെയൊക്കെയാണ് സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അഭിഷേക്, 2ാം സ്ഥാനം ജിൻഡോയ്ക്കാണ് കിട്ടിയത്. ജിൻഡോ ആദ്യം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കുറച്ച് പിന്നീട് സംസാരിച്ചെങ്കിലും പിന്നെ 2ാം സ്ഥാനത്തിലേക്ക് ഒതുങ്ങുന്നു. അങ്ങനെ 2, 3, 4 ആദ്യം ആളുകൾ ആരും ഇല്ലായിരുന്നു. എല്ലാവരും ഒന്നാം സ്ഥാനത്തിലേക്ക് മത്സരിച്ച് പിന്നെ ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവരൊക്കെ അതിലോട്ട് കയറി എന്നുള്ളതാണ്. 3ാം സ്ഥാനം അർജുനാണ് കിട്ടിയത്. 4ാം സ്ഥാനം ശ്രീതു ആണ്. എന്തിനു കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കൂടി കൊണ്ട് കൊടുത്തു, കാരണം അവിടെ മത്സരിക്കാൻ ആളില്ലായിരുന്നു. 5ാം സ്ഥാനം മുടിയനാണ് കിട്ടിയത്. 6ാം സ്ഥാനം സായിക്കും. 7ാം സ്ഥാനം പിന്നീട് ആർക്കാണ്? 7ാം സ്ഥാനം അൻസിബയ്ക്കും. 7ാം സ്ഥാനം അൻസിബ. 8ാം സ്ഥാനം റസ്മിന്. 9ാം സ്ഥാനം നോറ. 10ാം സ്ഥാനം ജാസ്മിന്. 11 സിജോ. 12 അപ്സര. 13 ഈ പറയുന്ന നന്ദന. ഇങ്ങനെയാണ് സ്ഥാനങ്ങൾ പിന്നീട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അഭിഷേകിന് നല്ലൊരു ലോട്ടറി അടിച്ചിട്ട്, കാരണം അടുത്ത ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ ആയി. ക്യാപ്റ്റൻസി ബാഡ്ജ് ഇപ്പം പിന്നെന്ത് ചെയ്തു, കൈമാറുകയും കൂടി ചെയ്തു. അപ്പൊ ഇതാണ് എന്തായാലും കൊള്ളാമായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആണ് നടന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജാസ്മിൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, സിജോ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, നന്ദന, അപ്സര, പിന്നെ ഇത്രയും പേരൊക്കെയാണ് സംസാരിച്ച്. മറ്റാരും അവിടെ വലുതായിട്ട് സംസാരിച്ചായിട്ട് ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. അഭിഷേക് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ കണ്ടു. മറ്റുള്ളവരായിട്ട് ഡിബേറ്റ്, മറ്റുള്ളവരുടെ പിന്നീട് ന്യൂനതകൾ എടുത്ത് കാണിക്കാൻ വേണ്ടി സംസാരിച്ചു. അതുപോലെ തന്നെ നോറയും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അഭിഷേകിന് ഒന്നാം സ്ഥാനം. അഭിഷേകാണ് 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.